തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശിയായ ഒരു ഓട്ടോ ഡ്രൈവർ കഴിഞ്ഞ മാസം ലഭിച്ച വൈദ്യുതി ബില്ല് കണ്ട് ഷോക്കേറ്റ അവസ്ഥയിലാണ്. ഇടിമിന്നലേറ്റ് എർത്ത് വയറിലൂടെ വൈദ്യുതി മണ്ണിലേക്ക് പ്രവഹിച്ചതിന് ബില്ലടക്കേണ്ട ഗതികേടിലാണ് ഈ ഹതഭാഗ്യൻ. 650 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീടിന്റെ ഉടമയായ ഓട്ടോ ഡ്രൈവർക്ക് 7500 രൂപയിലധികമാണ് കഴിഞ്ഞ തവണത്തെ വൈദ്യുതി ബില്ല്. എത്രയും പെട്ടെന്ന് പണം അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന നിലപാടിലാണ് KSEB. ഇത് ഓട്ടോറിക്ഷ തൊഴിലാളിയായ സേവ്യർ. ഇദ്ദേഹം വരുന്നത് ഉറിയകോട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ആശങ്ക, അത് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരായ ആളുകളെയും ബാധിക്കുന്ന ഒരു ആശങ്കയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് കഴിഞ്ഞ മാസം KSEBിൽ നിന്ന് ലഭിച്ച വൈദ്യുതി ബില്ലാണ്. 650 സ്ക്വയർ ഫീറ്റ് മാത്രം ഉള്ള ഒരു വീട്ടിൽ വന്നിരിക്കുന്ന വൈദ്യുതി ബില്ലാണ് 7779 രൂപ. ഈ ഓട്ടോ ഓടിച്ചാണ് ഇദ്ദേഹം നിത്യച്ചെലവിനുള്ള വക കണ്ടെത്തുന്നത്. ആ മനുഷ്യനോട് തൻ്റേതല്ലാത്ത കാരണത്താൽ വൈദ്യുതി ബോർഡിന് സംഭവിച്ച ഒരു പിഴവിന് 7769 രൂപ വൈദ്യുതി നിരക്കായി അടിയന്തരമായി നൽകണം, അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കൊടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് കാരണമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. എന്താണ് ഇങ്ങനെ ഒരു ഇത്രയും ബില്ല് കിട്ടാനുണ്ടായ കാരണം എന്താണ്? അന്ന് ഒരാഴ്ചക്ക് മുമ്പ് 3 മാർച്ചിക്ക് മുമ്പ് അവിടെ ശക്തമായ ഇടിമിന്നലുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിന്റെ DP കത്തി അതിന്റെ ഷോർട്ട് സർക്യൂട്ട് എർത്ത് ഒരു ഭൂമിയിലേക്ക് പോയതായിട്ടാണ് എന്നോട് പറഞ്ഞത്. ഈ സമയത്തും ഇത് കത്തി ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു. അക്കാരണത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനോ മറ്റു കാര്യമൊക്കെ പോകുന്നില്ല. മീറ്റർ റീഡിംഗ് എടുക്കാവുന്ന ആളാണ് നിങ്ങൾ ബോർഡിൽ നിന്ന് ഇതുവരെ കത്തിയിരിക്കുന്നത് കാണുന്നതും ഭൂമിക്കടിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത്. അതായത് കറണ്ട് ഈ വീട്ടിലെ ഒരു ഉപകരണത്തിലോട്ട് വരുന്ന പോലെ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്റെ ചെവിലാണ്. എന്നിട്ട് അവിടെ വന്ന് പ്രശാന്ത് സാർ എന്നുള്ള സാർ വന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ കംപ്ലൈന്റ് ആണ്, എന്റെ വയറിങ്ങിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എന്റെ വീട്ടിനകത്ത് എന്റെ ചെവിൽ കൂടെയാണ് എടുത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ടും ബിൽ പേയ്മെന്റ് ചെയ്യാൻ. ഇത് രണ്ടും കൂടെ ഇത് ഒന്നും അല്ലാത്ത രീതിയിൽ ഭൂമിക്കടിയിലേക്ക് എടുത്തു പോകുന്നതിന് ഞാൻ എന്ത് പിടിച്ചെന്നുള്ളത് എനിക്കറിയില്ല. അതിന് ഉത്തരം എക്സിക്യൂട്ടീവ് ഓഫീസർ അടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നു, നിങ്ങൾ ബില്ല് അടയ്ക്കുക, ബാക്കി കാര്യം ഈ ബില്ല് 800 രൂപ നിങ്ങൾ അടച്ചേ പറ്റൂ, ഇല്ലാത്ത ദിവസം ഡിസ്കണക്റ്റിംഗ് ആയിട്ട് അത് പോകും. അവർക്ക് ഇത് അടച്ചില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഈ വൈദ്യുതി ഇങ്ങനെ ഈ ഭൂമിക്കടിയിലേക്ക് പോകുന്ന കാര്യം നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ അറിയുന്ന ഈ ഇലക്ട്രിക് ബില്ല് എടുക്കാൻ വന്ന ആൾ വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അതുകൂടെ മീറ്റർ റീഡിംഗിൽ വന്ന് കയറി പോയി. അങ്ങനെയാണ് ഈ വലിയ ബില്ല് വന്നത്. അപ്പൊ നിങ്ങൾ ഇത് അടയ്ക്കൂ? ഞാൻ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാറേ ഞാൻ നേരത്തെ മുമ്പ് ആരും കണ്ട് എങ്ങനെയൊന്ന് നീട്ടി കിട്ടിയെങ്കിൽ ഞാൻ കുറച്ച് അടച്ചത്. ഒരു സാവകാശം കിട്ടിയെങ്കിൽ അടച്ചു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സംശയം, എന്റേതല്ലായ കാരണത്തിന് എന്തിനു വേണ്ടിയാണ് ഞാൻ ബില്ല് അടയ്ക്കുന്നത്? എന്റെ ഗാർഹിക ആവശ്യത്തിന് എടുത്തിട്ടുള്ള വൈദ്യുതിയാണ് കൃത്യമായിട്ട് ഞാൻ അടയ്ക്കാൻ തയ്യാറാണ്. ഇല്ലാത്ത പക്ഷെ ഞാൻ വ്യക്തഭൂമി അവരുടെ എന്താണ് ഇതിൽ കംപ്ലൈന്റ് എന്തെങ്കിലും കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഇത് ഒന്നീ ലൈറ്റനിങ് ഉണ്ടായിട്ടാണോ എന്ത് കാരണം പോലും ഒരു കാരണം പോലും പറയാൻ ബില്ല് അടയ്ക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉറിയാക്കോട് പോവച്ചൽ ഞാൻ ആലുംകുഴി, ഉറിയാക്കോട് ആലുംകുഴി. ഓക്കെ, അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ നിങ്ങൾ ഇത് ആർക്കാണ് പരാതി? ഓംബുഡ്സ്മാനാണോ? അതോ? ഞാൻ റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് സാറും അദാലത്ത് കാര്യങ്ങളോട്ട് തിരക്കായതുകൊണ്ട് ആ കേസ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അല്ല, അപ്പൊ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, അവിടെ ആളില്ല. അപ്പൊ എനിക്ക് 10-ാം തീയതിക്ക് മുമ്പ് എങ്ങനെ ഒരു സ്റ്റേ ഓർഡറിൽ കിട്ടിയ ഒരു ഉപകാരമായിരുന്നു. നിങ്ങളുടെ വൈദ്യുതി കണക്ഷൻ 10-ാം തീയതി പോകും. അടയ്ക്കാൻ നിവൃത്തിയില്ല സാർ. 2 പിള്ളേർ ബിടെക്, ഒരാൾ BSc ഫോറൻസിക് പഠിച്ച് അങ്ങനെ പോകുന്നതാണ്. ഇതെല്ലാം വേറെ വരുമാന മാർഗ്ഗമില്ല. ഓക്കെ, എന്തായാലും ഈ വാർത്ത കാണുന്ന KSEB ഉദ്യോഗസ്ഥരോടാണ്, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിരിക്കാം, ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പദ്ധതികൾ കാണും. പക്ഷേ ഇതുപോലെ സേവ്യറിനെ പോലുള്ള സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന ഇത്തരമുള്ള നടപടികൾ അതൊന്ന് നിർത്തിവെക്കുന്നത് നല്ലതായിരിക്കും. കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു ക്രൂരത വേണമെന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം. എന്നിട്ട് സാവകാശം കൊടുത്താൽ അദ്ദേഹം ഈ 7779 രൂപ അടയ്ക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ നടക്കുന്ന സാധാരണക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ട് മാറും. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പക്ഷെ ഡാൻ പറഞ്ഞതുപോലെ സേവ്യറേട്ടന്റെ ആ തുക അടയ്ക്കാൻ സമയം പോലും കൊടുക്കുന്നില്ല എന്നുള്ളിടത്താണ് അവിടെ ഏറ്റവും ഗൗരവമാവുന്ന ആ വാർത്ത. 10-ാം തീയതി കണക്ഷൻ കട്ട് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ 2 കുട്ടികൾ പഠിക്കുന്ന വീടാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. KSEB ഉദ്യോഗസ്ഥർ, അതും അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ട് ഉണ്ടായ ഒരു കാര്യം കൂടിയല്ല. അപ്പോൾ അത് KSEB ഉദ്യോഗസ്ഥർ എന്തായാലും കണ്ണു തുറന്നേ മതിയാകൂ. 10-ാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിലെ കണക്ഷൻ കട്ട് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി നമ്മൾ വെക്കുകയാണ്, അല്ലെ?